സമയം ഒരു 11 മണിയായിട്ടോ. ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു വ്ളോഗാണ്. കാരണം ഇന്ന് വൈഷ്ണുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്നലെ രാത്രി ചെറുതായിട്ടൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ പ്രസ്റ്റീജ് ഫാമിലി ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാനൊക്കെ. അങ്ങനെ അവര് ഇരുന്ന് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും സമയം 3 മണി, പുലർച്ചെ 3 മണി. അപ്പൊ നമ്മൾ കിടക്കാൻ ലേറ്റായി, അപ്പൊ എണീക്കാൻ ലേറ്റായി. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ പ്ലാൻ ചെയ്തത് രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകണം. അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. വൈഷ്ണവ അച്ഛനും അമ്മയുണ്ട്. അമ്മ 2 ദിവസമായിട്ട് നമ്മളുടെ കൂടെ ഉണ്ട്. അച്ഛൻ ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ചു രാവിലെ അമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് 9 മണിയായി എണീക്കാൻ. അതുകൊണ്ട് നമുക്ക് ആ പ്ലാൻ വൈകിട്ടത്തേക്ക് മാറ്റി. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ സദ്യ വീട്ടിൽ തന്നെ ആക്കി. അച്ഛനും അമ്മയുണ്ടല്ലോ, അപ്പൊ അവര് തന്നെ കുറച്ച് സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി. ഞാനൊരു ചിക്കൻ കറി വെച്ചു കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ചിക്കൻ കറി വെച്ചു. കാരണം മീറ്റൊക്കെ ഇത്തിരി ഇരിക്കണല്ലോ. അപ്പൊ ഇന്നലെ രാത്രി തന്നെ എന്റെ പണിയൊക്കെ കഴിഞ്ഞു. അച്ഛനും അമ്മയും ബാക്കി കുറച്ച് കറികളൊക്കെ, അവിയല്, തോരൻ, സാമ്പാർ, അതൊക്കെ വെച്ചു. അപ്പൊ ഇന്ന് ചെറിയൊരു സദ്യ ആക്കാനാണ് പ്ലാൻ. വൈഷ്ണുവിന്റെ പിറന്നാള് സംബന്ധിച്ച് ആതിരെ അഭിയേട്ടനും കുഞ്ഞും വരുന്നുണ്ട്. സോ അവര് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തും. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അവരെത്തുന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു പായസം കൂടി വെക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് നമ്മളുടെ ഗ്യാസ് തീർന്നു പോയത്. ഞങ്ങള് ഇവിടെ പ്രൈവറ്റ് കണക്ഷൻ ആണ് കേട്ടോ യൂസ് ചെയ്യാനുണ്ടായിരുന്നത്. കാരണം റെന്റിൽ നിന്ന് ആ ഒരു കണക്ഷൻ തന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്. റെന്റിന് നിന്നപ്പോൾ ഉള്ള ഇതേ അപ്പാർട്ട്മെന്റിൽ തന്നെ റെന്റിന് നിന്നപ്പോൾ ഉള്ള കണക്ഷൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്. അല്ലാണ്ട് നമ്മൾ ഗവൺമെന്റ് കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഗ്യാസ് തീർന്നു പോയി. അപ്പൊ അതുകൊണ്ട് പായസം വെച്ചിട്ടില്ല. അത് ശരിയാക്കി വേണം പായസം. ഇപ്പം ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഗെയിൽ ഗ്യാസ് ഇല്ലേ, അത് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഫിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതാണ് ഇത്തിരി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഈ സിലിണ്ടർ ഒന്നും വെക്കാൻ ഓൾറെഡി ഇവിടെ സ്ഥലമില്ല. അപ്പൊ അതിനിടയ്ക്ക് 2 സിലിണ്ടർ ഒന്നും വെക്കാൻ തീരെ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സിലിണ്ടർ ഒഴിവാക്കിയിട്ട് ഗെയിൽ കണക്ഷൻ എടുത്താലോ വിചാരിച്ചിട്ട് അതിനുള്ള പണി നടക്കുകയാണ്. അതിനുള്ള ആള് വന്നിട്ടുണ്ട്. ഗ്രാനൈറ്റ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ തീർന്നു. ഇനി ഒരു പായസം മാത്രമായിരുന്നു വെക്കാനുണ്ടായിരുന്നത്. അത് ഞാനിപ്പോ അമ്മയും ഞാനും കൂടി ആതിരൂരെ വിളിച്ചു പറഞ്ഞു, ആതിരൂ നീ വരുമ്പോൾ ചെറിയ പായസം കൂടി സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതെന്ന്. അപ്പൊ അവള് പായസം ഉണ്ടായിക്കൊണ്ട് വരും. ബാക്കിയെല്ലാം നമ്മളോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ പണി നടക്കുകയാണ്. ഹലോ, ബർത്ത്ഡേ ബോയ്, ഹാപ്പി ബർത്ത്ഡേ. എന്തായിരുന്നു ഇന്നലെയുള്ള തകർക്കൽ? എന്തായിരുന്നു? ചിരിച്ച് മറയായിരുന്നു. പാവ അച്ഛനമ്മയും. അയ്യോ, ഭയങ്കര സൗണ്ട്. ഇതൊന്നും കഴിയട്ടെ. ഇവിടെ ഈ ഡ്രില്ലിങ്ങിന്റെ ഒച്ച കാരണം ഒന്നും ഞാൻ പറയണ കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ. അപ്പോഴേക്കും ഇവിടെയും കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. വാട്ട് ഈസ് ദ ടൈം നൗ? It's 11:50 PM. ഒരു 10 മിനിറ്റിൽ വൈഷുവിന്റെ ബർത്ത്ഡേ ആവും കേട്ടോ. നമ്മളുടെ ഫ്രണ്ട്സൊക്കെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വരുന്നുണ്ട്. വന്നു തോന്നുന്നു. വരുന്നുണ്ട്. 10 മിനിറ്റ് നേരത്തെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് വൈഷുവിൻ്റെ സ്പെഷ്യൽ ബർത്ത്ഡേ കേക്ക് കട്ടിങ്, നാളെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് ഇരിപ്പുണ്ട്. ആശാൻ ഉറങ്ങിയിട്ടില്ല, ഇരിപ്പുണ്ട് അവിടെ. നമുക്ക് പോവാം. കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുക ബർത്ത്ഡേ ആഘോഷിക്കാൻ. എന്താണ് ഈ ഒരു വേളയിൽ പറയാനുള്ളത് താങ്കൾക്ക്? പറയോ? ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായിട്ട് അച്ഛനും അമ്മയോടെ ഉണ്ട് എന്നുള്ളത്. സായുവിന് വെക്കേഷനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പൊ ആതിരടുത്തായിരുന്നു. ഇപ്പോൾ വൈഷ്ണുവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. Thank you. Wish you a very happy birthday and the next program. Yes. God bless you. So sorry. നീ കുറച്ച് ഞാൻ വിശേഷം 2 വയസ്സാ? 2 കേക്ക്
കുറച്ച് പറഞ്ഞ ഞാനിവിടെ ഉണ്ട്. ഇനിയിപ്പോ ഈ വർഷം കഴിഞ്ഞാലേ 30s ഞങ്ങള് 3-4 പേര് ബാക്കിയുള്ളൂ. എല്ലാ കിളവന്മാരാണ്. I have a long time to go. No, I also in 30s. 30 കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. നീ ഉൾപ്പെടെ നീ ഇതിനെങ്കിലും സമയത്ത് വന്നു. എന്താണ് അരിഷ്ടോ? ഇല്ലാത്തൊരു മനുഷ്യൻ. ആദ്യം അറിയാമോ എടാ ഊരം എനിക്ക് മനുഷ്യനും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ 12 o'clockന് വന്ന് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ടിങ്, പിന്നെ കുറേ നേരം എല്ലാവരും കൂടി ഒന്ന് വർത്താനൊക്കെ പറയുന്നത്. അപ്പം ഞങ്ങളുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള സർക്കിളിൽ നമ്മളിത് ചെയ്യാറുണ്ട് കേട്ടോ എല്ലാവർക്കും. അല്ല ആരും നിങ്ങൾ ഭയങ്കര ചിരിച്ചു എന്ന് പറഞ്ഞത് എവിടെയാ? അത് ചിരിച്ചോ, പക്ഷെ ഭയങ്കര ചിരിച്ചു. അതാ ഹൈപ്പ് കൊടുത്തപ്പോഴാണ് പ്രശ്നമായത്. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് മൂവീസിനെ പറ്റി ഡിസ്കഷൻ ആയിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഈ ബഹളത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയോണ്ട് അവര് പോയി കിടന്നു. അതിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ 6 ആയിട്ടുണ്ടാവും. അന്ന് ഇറങ്ങിയ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ 8.8. അല്ല അന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ 8.8 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ 7 ആയിരുന്നു. ഇപ്പൊ അത് 5 ആയിട്ടുണ്ടാവും. ഇല്ലില്ല ഞാൻ പറഞ്ഞ എനിക്ക് ഞാൻ ഒരു തേങ്ങ പറഞ്ഞില്ല. അത് നിങ്ങൾ പറഞ്ഞോ? With joker, without joker. One of the sets should be with 4 cards, rest 3-3-3. ഈ കാർഡ് വിളമ്പിയോ നന്നായി വരണേ. What is the joker? Q. എല്ലാവർക്കും കൊടുക്കുന്ന കയ്യാണല്ലോ. കേക്ക് കട്ടിങ്ങിൽ തുടങ്ങി മൂവീസിലെത്തി, പിന്നെ ദേ കുറച്ച് നേരം കാടുകളിയായി. അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ചിരിച്ചു കളിച്ചത് നിന്നിരുന്ന ഞങ്ങൾ അരുൺചേട്ടൻ്റെയും ഫെമിയുടെയും കല്യാണ വീഡിയോയിലെത്തി. കല്യാണ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ചിരി നിർത്താൻ പറ്റിയില്ല. അത് വേറൊന്നും കൊണ്ടൊന്നല്ല, പുള്ളിയുടെ കയ്യിരിപ്പിൻ്റെയാണ്. ആൻഡ് ഒരു സഹതാപം തോന്നേണ്ട ആവശ്യമില്ല. കാരണം ഇതേ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ പുള്ളി ഒരു ദയവും നമുക്ക് കാണിക്കില്ല. എന്തായിരുന്നു സാധനം? എന്താ എന്തായിരുന്നു സാധനം? അതെന്തായിരുന്നു കുഞ്ഞു? ഒന്ന് ഓർഡറാ കൊണ്ടുപോയി ഇങ്ങോട്ട് കാണിക്കൂ. ഇതിലിപ്പോ ഇത്രമാത്രം ചിരിക്കാനുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അയാളെ കളിയാക്കുന്നതിൽ എനിക്കൊരു തരി പോലും സഹതാപം തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അയാൾ നമ്മളെ ഇട്ട് നശിപ്പിച്ചാണ്. അതുകൊണ്ടാണ് ഇയാളെ കളിയാക്കുമ്പോഴത്തേക്ക് ഇത്രയൊരു ഉത്സാഹം എല്ലാവർക്കും. അതെല്ലാവരുടെയും മുഖത്ത് വ്യക്തമായിട്ട് കാണാനുണ്ടല്ലോ. അരുൺ ചേട്ടാ, ഇതാണ് നിങ്ങളുടെ ദിവസം. നിങ്ങളുടെ അരുൺ ചേട്ടാ എല്ലാം പോച്ച്. മാനോ മര്യാദ നാണോ എല്ലാം പോയി. പിന്നെ how my wife wants me to walk after she mops the floor.
അതാണ് ആ ഒരു മനസ്സാണ്. എയർലൈൻ അയ്യോ അതെനിക്ക് കിട്ടില്ല. ഒന്നുകൂടി കുഞ്ഞു, ഒന്നുകൂടി പ്ലീസ്. ചേട്ടാ ഒന്നുകൂടി. ബബിളുണ്ട്. എടാ ഇതൊക്കെ വലിയ വലിയ കലാകാരന്മാർക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? ഇവന്റെ വീഡിയോ എടുത്ത് കാണിച്ചു. ഇവന്റെ വീഡിയോ എടുത്താണല്ലോ അമ്മ ഒരു ഭാര്യ ബൈ ബൈ. സുലഭ നിമിഷം ബൈ. നാളെ നമ്മള് ബർത്ത്ഡേക്കുള്ള ചെറിയൊരു സദ്യയൊക്കെ സെറ്റാക്കുന്നുണ്ട് വൈഷുവിന്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നോൺ വെജ് സദ്യയാണ്. ചിക്കൻ കറി ഞാൻ ഇന്നേ ഉണ്ടാക്കി വെച്ചു. കാരണം ഈ മീറ്റൊക്കെ ആവുമ്പോഴേ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലാണല്ലോ മീറ്റിൽ പിടിക്കുക. ഇത്ര ടേസ്റ്റ് ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചതാണല്ലോ. അപ്പൊ അത് ഓർത്തിട്ട് ഞാൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു. നല്ല ഭംഗിയില്ലേ ചിക്കൻ കറി? ബർത്ത്ഡേ ബോയ് കം ഹിയർ. വരിക അങ്ങോട്ട്. എന്താണ് ബീഫി ഗിഫ്റ്റ് തന്നത്? ആ അതെവിടെ? എന്റെ അടുത്ത് നൈസായിട്ട് ബർത്ത്ഡേക്ക് മുന്നേ ഗിഫ്റ്റ് ഒക്കെ എടുത്തിട്ടേ വെച്ചു. അപ്പം ഞാൻ മേടിച്ചത് ഹെൽത്ത് റിംഗ് ആണ്. ഗ്യാബറ്റിന്റെ ഒരു റിംഗ് മേടിച്ചു. കാരണം വൈഷ് കുറച്ച് നാളായി ഇങ്ങനെ നോക്കണു അത്. അപ്പൊ അത് കണ്ടിട്ട് ഞാൻ അത് തന്നെ മേടിച്ചു. പക്ഷെ കുറച്ച് നാളായി, 2 ആഴ്ചയായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലേ? ഏനുണ്ടത്? പിന്നെ വേറെന്താണ്? ഞാൻ ഈ ലോജിക്കൽ ഗിഫ്റ്റിങ്ങിന്റെ ആളാണ് കേട്ടോ. ലൈക്ക് എന്താണ് വേണ്ടേന്നുള്ളത് അല്ലടാ, ഞാൻ എന്താണ് വേണ്ടേന്നുള്ളത് അറിഞ്ഞ് കൊടുക്കുന്നതാണ്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ. പക്ഷെ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണോ അതല്ലേ നമ്മള് കൊടുക്കേണ്ടത്, മേടിക്കേണ്ടത്. അപ്പം വൈഷ്ണവ് ഒരു ബാഡ്മിന്റൺ ഷൂ വേണമായിരുന്നു. കാരണം സ്ഥിരമായിട്ട് ഇപ്പൊ ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഷൂ. എവിടെയാ ഷൂ? വേറെ ഷൂ അത് കാണിക്കോ? വേണ്ടേ? ഇല്ല, ഇറ്റ്സ് നോട്ട് ഓക്കെ. ഇതായിരുന്നു എന്റെ ഗിഫ്റ്റ്. ഇതും ഉപയോഗിച്ച് തുടങ്ങി. ആൾക്ക് ബർത്ത്ഡേ വരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ. ഇല്ലേ ചോദിച്ച് മേടിക്കും. ഇന്നേ സാധനമാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ഗിഫ്റ്റിംഗ് ടെക്നിക്ക്. എല്ലാരോടും പറയുകയാണ് ഇതൊക്കെ വേണമായിരുന്നു. സത്യം അതാണ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുള്ള കാര്യമല്ലോ. അപ്പൊ വൈഷു ഇങ്ങനെ ബർത്ത്ഡേ ആവണിക്ക് മുന്നേ ഇങ്ങനെ ഓരോ ക്ലൂ തന്നു തുടങ്ങി. ഈ റിങ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ട്രാപ്പ് ആയിരുന്നു എന്നുള്ളത്. കാരണം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഞാൻ നോക്കുക, പിന്നെ എന്റെ ഫോണിൽ നോക്കുക ഈ റിങ് കൊള്ളാല്ലേ എന്നൊക്കെ പറയുക. നമ്മുടെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് ഉണ്ട് കേട്ടോ ഈ റിങ്. അപ്പൊ എല്ലാരും ഇങ്ങനെ അവര് മേടിച്ചു നല്ലതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മേടിക്കാൻ നോക്കുക. അത് കണ്ടപ്പോഴേ ഭയങ്കര ഓബ്വിയസ് ആയിരുന്നു ഇതാണ് ആൾക്ക് വേണ്ടതെന്നുള്ളത്. അപ്പൊ അത് മേടിച്ചു. പിന്നെ ഈ ബാഡ്മിന്റൺ ഷൂ അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ഈ വായ ഒന്ന് പൊളിച്ചു അടിച്ചു വയ്ക്കും. ബാഡ്മിന്റൺ ഷൂ നല്ലൊരു ബാഡ്മിന്റൺ ഷൂ ആവാം എന്ന് വിചാരിച്ച് അതും മേടിച്ചു. ഇനി എന്താണ് പരിപാടി? സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ അത് ഞാൻ പറഞ്ഞു. ആതിരടുത്ത് ഓൾറെഡി സേമിയ പായസം ഉണ്ടായിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും എനിക്കും സായുവിനും ഇഷ്ടമുള്ളതുകൊണ്ട് സേമിയ. എന്നാൽ നിന്റെ ഇഷ്ടത്തിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. കുക്കടോ എപ്പോ ഈ പണി തരുമോ? പൊടി ഇവിടെ കുഞ്ഞു ഭയങ്കരമായിട്ട്. ഇത് അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണ് ഇവിടെ. നമ്മുടെ കുറച്ചൊക്കെ സദ്യയുടെ ഒരുക്കങ്ങളായത് കാണിച്ചു തരാം. എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. ഇത് ഒരു കുക്കുംബർ പെരക്ക്, പിന്നെ പയർ തോരൻ, പിന്നെ അവിയലായിരിക്കും. യെസ്, അവിയൽ. ഇതൊക്കെ അച്ഛൻ്റെ വകയാണ്. പിന്നെ ഇത് പുഴുങ്ങിയ പഴം. അത് രാവിലത്തേക്ക് ഉണ്ടാക്കിയതാണ്, കഴിച്ചിട്ടില്ല, അത് കഴിക്കണം. ഞാൻ നേരത്തെ ഗെയിൽ ഗ്യാസിലേക്ക് മാറുന്ന കാര്യം പറഞ്ഞില്ലേ, അതിന് വേറൊരു റീസണും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ യൂഷ്വലി ഗ്യാസ് മേടിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് ഇപ്രാവശ്യം ഗ്യാസ് തന്നപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു 3500 റുപ്പീസ് ഒരു സിലിണ്ടറിന്. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കാരണം എല്ലാവരും വില കൂട്ടുകയാണല്ലോ. സോ ഞങ്ങൾ ഓർത്തു ഗെയിൽ ഗ്യാസ് ആണല്ലോ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസിങ്ങേ ഉണ്ടാവുള്ളൂ, അവർക്ക് അങ്ങനെ ഗ്യാസിൻ്റെ ക്ഷാമം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഗെയിലിലേക്ക് മാറാമെന്ന് വിചാരിച്ചത്. അതിന് അവിയേട്ടനും കുഞ്ഞൊക്കെ എത്താറേ. അപ്പം ഞാൻ അവിടുത്തെ ഡ്രസ്സൊക്കെ മാറി ഒന്ന്
ഒരു മനുഷ്യ കോലത്തിൽ നിൽക്കാന്ന് ലൈറ്റായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാം. നമ്മൾ പുറത്തൊന്നും പോകണില്ലല്ലോ, അപ്പം നല്ല മേക്കപ്പിൻ്റെ ആവശ്യമില്ല, ലൈറ്റായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് കഴിക്കാം. ഇപ്പം സമയം 1 മണി ആവാറായിട്ടോ. അമ്മയും വൈഷു ഞാനും കൂടി ഇരുന്നിട്ട് വൈഷു ജനിച്ച കഥയും വൈഷുവിൻ്റെ പ്രസവ സ്റ്റോറിയൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേരൻസി നമ്മള് കുഞ്ഞുങ്ങളെ ആയിരുന്നപ്പോൾ ഉള്ള കഥകൾ അമ്മ എനിക്ക് കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ, ചിപ്പി കുഞ്ഞായിരുന്നപ്പോൾ എന്താ കുരുത്തക്കേട് ചെയ്തിട്ടുണ്ട്, ആ കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കേട്ടില്ല. അപ്പൊ അമ്മയുടെ വേർഷനാണ് ഇപ്പം, അമ്മയുടെ ടേൺ ആണ് ഇപ്പൊ. അമ്മ വൈഷുവിനെ കൊണ്ടോ ആതുരനെ കൊണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അതൊക്കെ കേട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. പാട്ട് പാടിയതാണ്. ആതിരനൊന്ന് വിളിച്ചു നോക്കൂ, എവിടെ എത്തിന്നറിയാം. വിളിച്ചു, അവള് കൊച്ചിനെ കുളിപ്പിക്കുന്നത്രേ 12:45 ഇറങ്ങുമ്പോ. സമയത്തിന് എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞ വിഷമമാണ്. ഞാൻ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അച്ഛനും അമ്മയും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അതായത് 1 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്ക് ലഞ്ച് എന്നുള്ളതാണ് ആ ഒരു ശീലം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കഴിച്ചു തുടങ്ങാം, അവർ വരട്ടെ, കാരണം അവർ വരുമ്പോഴത്തേക്ക് എന്തായാലും ലേറ്റ് ആകും, ഒരു 3 മണിയൊക്കെ ആവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ടേബിളൊക്കെ സെറ്റാക്കി ഇലയാക്കി ഇട്ട് സദ്യ വിളമ്പി അങ്ങോട്ട് തുടങ്ങാമെന്ന്. ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ, നമ്മളുടെ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസത്തിൽ അച്ഛനും അമ്മയും ഉണ്ടാവുക, നമ്മളുടെ ഒപ്പം തന്നെ ആഘോഷിക്കാൻ, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക. ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പേര് പറയണ കേട്ടിട്ടുണ്ട്, കിച്ചണിലേക്ക് എന്നെ കാണാറില്ല, അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാലും കിച്ചണിൽ കയറാറില്ല എന്നുള്ളത്. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ കയറാറുണ്ട്, അല്ലാണ്ട് മെയിൻ കുക്കിംഗ് ഒക്കെ അച്ഛനും അമ്മയാണ്. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരായിട്ട് കുക്ക് ചെയ്യുന്നതും. അമ്മ എന്നെ ഇടയ്ക്കൊന്ന് കളിയാക്കാറുണ്ടെങ്കിലും വേറൊരാൾ കയറി കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറാണ്. അതുകൊണ്ട് ആ വെറുതെ ഒരു അൺനെസസറി ബുദ്ധിമുട്ട് ഞാൻ അവിടെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ കയറാത്തത്. എൻ്റെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ കാണാണ്ട് പോകരുത്. അപ്പൊ കറികളൊക്കെ നിരത്തി വെച്ചു. ഇനി ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയും കൂടി ചൂടാക്കിയിട്ട് ടേബിളിലേക്ക് വെക്കുകയാണ്. നിക്കോളൂ, ബർത്ത്ഡേക്കാരൻ തന്നെ വിളമ്പുകയാണ്. ആദ്യം അച്ചാർ. എന്താ അച്ചാർ അത്? ഉലുവായ മാങ്ങ. ഇത് ഭയങ്കര ടേസ്റ്റാ. ഐഷുവിന്റെ അച്ഛൻ കൊണ്ടുവന്നാണ് വന്നപ്പോ. ഭയങ്കര ഒരു പ്രാവശ്യം കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ അച്ഛനും മോനും ഭയങ്കര ഇഷ്ടമാണ് ഈ സദ്യ വിളമ്പാനും. പിന്നെ ഇവിടെ ഓണപരിപാടിയൊക്കെ ആകുമ്പോഴേ സദ്യ വിളമ്പാൻ രണ്ടുപേരും മുന്നിൽ കാണും. ഭയങ്കര ഇഷ്ടത്തോടെ ഇത് ചെയ്യുന്ന കാണുമ്പോഴേ നമുക്കും ഒരു സന്തോഷമാണ്. തോരൻ, അതിൽ തേങ്ങ ഇട്ടിട്ടില്ല അച്ഛാ? തോരനില് ഇട്ടിട്ടുണ്ടോ? ചെറിയല്ല, ഇത് സായനം കൊടുക്കായിരുന്നു. എല്ലാവരും സദ്യ കഴിക്കാൻ ഒരുങ്ങാണ്. ആദ്യം അഭിയേട്ടൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. കാരണം അഭിയേട്ടൻ എന്തോ മാച്ചല്ല, ക്രിക്കറ്റ് മാച്ച്, എന്നെ കൊല്ലു കേട്ടാറ്, ക്രിക്കറ്റ് മാച്ച് കളിച്ച് വിജയശ്രീയിൽ ആളുതനായി വന്നപ്പോഴത്തേക്കും ലേറ്റായി ഇത്രേ. അപ്പോൾ ജയിച്ച് അത് ഞാനൊന്ന് പ്രാസത്തിന് പറഞ്ഞ അറിയില്ല. അമ്മ ഇരിക്കാമ്മ, ഇരിക്കാം. താങ്ക് യു. താങ്ക്സ് അമ്മ. മതി മതി മതി, ഇത്ര കഴിക്കുള്ളൂ. അമ്മയുമായോ? ആ പരിപ്പാണ്. പരിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപ്പാണ്, അമ്മയുടെ സ്പെഷ്യൽ പരിപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, അറിയില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അച്ഛനും അമ്മയും വെച്ച് തന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. ഞാൻ ഇപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാൻ അതേ റെസിപ്പി ടു ദ ഡോട്ട് ഫോളോ ചെയ്താലും ആ ഒരു ടേസ്റ്റ് ഒരിക്കലും എനിക്ക് വരില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് വല്ലാത്തൊരു മാജിക്കാണ്. അതേപോലെ തന്നെ അമ്മ ഉണ്ടാക്കുന്ന പരിപ്പ് കറി എനിക്കും വൈഷ്ണവും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എത്രയൊക്കെ ആ റെസിപ്പി അതേപോലെ ഫോളോ ചെയ്താലും അത് ആ ടേസ്റ്റിൽ വരില്ല. സദ്യയൊക്കെ അടിപൊളിയായി, എല്ലാ ഐറ്റംസും കിടിലൻ. താങ്ക് യു. ചിക്കൻ കറി ഒഴിച്ച് ബാക്കിയെല്ലാം അച്ഛനും അമ്മയാണ്. വൈഷ്ണവ് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ? വാട്ട് തീറ്റ അല്ലാണ്ട് പനു അല്ല നീ ഉണ്ടാക്കിയതാ? വെള്ളം വേണോ ചാ?
ബാക്കി പക്ഷെ ഒരു വെജ് സദ്യൻ്റെ കൂടെ ഒരു ചിക്കൻ കാല് അങ്ങോട്ട് വെച്ചിട്ടുണ്ടേ നല്ല രസമാണ്. പായസം എത്താത്തതുകൊണ്ട് നമ്മൾ ഹോളിക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചീഫ് മിനിസ്റ്റർ ഇയാള് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഞാനോർത്ത് മുഖ്യമന്ത്രി ബൈ ഡീഫോൾട്ട് അങ്ങനെയല്ല അവരെ പക്ഷെ ഇയാൾ ഇതിനു മുമ്പ് ഒരിക്കലും ആഭ്യന്തരമന്ത്രി ആയിരുന്നല്ലോ. ചെന്നിത്തല കഴിഞ്ഞതല്ലേ ഉമ്മൻചാണ്ടി സർക്കാരില്. ഇവിടെ രാഷ്ട്രീയമാണ് വിഷയം. എനിക്കിതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവർ പറയുന്നത് കേട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പുതിയ സർക്കാരിനെ കുറിച്ചും പിന്നെ ആഭ്യന്തരം ആര് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരവരുടെ വ്യൂസ് പറയുമായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. പിണറായി മാത്രമേ ആഭ്യന്തരം കയ്യിൽ വെച്ചിട്ടുള്ളൂ അല്ലേ? അങ്ങനെ നല്ല ഗംഭീര ഒരു സദ്യ കഴിഞ്ഞ് ധാരാളം ഫ്ലാറ്റ് കിടക്കണം. ബർത്ത്ഡേ കുട്ടൻ നല്ല ഗംഭീര ഒരു സദ്യ കഴിച്ച് അയ്യോ നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആലോചിക്കുമായിരുന്നു അച്ഛനും അമ്മയും ഇല്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യും ഫുഡ്, അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കും. പക്ഷെ അവരുള്ളപ്പോഴത്തേക്കും ആ ഒരു ഉത്സാഹം, ആ ഒരു എഫേർട്ട്, ലൈക്ക് നമുക്ക് ഇവിടെ തന്നെ ആക്കാം, സദ്യ ആക്കണം ബർത്ത്ഡേക്ക് എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കൂടി അങ്ങനെ അവരാക്കി തന്നു അല്ലേ. ഭയങ്കര ഒരു സംഭവം തന്നെയാണത്. അപ്പോൾ ഇപ്പം അയച്ചേട്ടൻ വിളിച്ചതാണ്. പുള്ളി ഒരു കേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ വരും. അപ്പോൾ ആതിരയൊക്കെ വന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു മിക്കവാറും ആതിരവും ഒരു കേക്കും കൊണ്ടായിരിക്കും വരിക. എത്ര കേക്ക് ഇവിടെ ഇന്നലത്തെ തന്നെ 2 കേക്ക് ബാക്കി ഇരിപ്പുണ്ട്, പകുതിയും ബാക്കി ഇരിപ്പുണ്ട്. അതിനിപ്പോൾ കൊടുക്കണം, ഓരോരുത്തർക്കായിട്ട് കൊടുത്തു തുടങ്ങണം. കാരണം നമ്മളധികം സ്വീറ്റ്സ് കഴിക്കുന്നില്ല, യുനോ ഡയറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് കൊടുക്കണം. പക്ഷെ ഞാൻ ഭയങ്കര ഒരു സന്തോഷമല്ല എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച്. അവർ ലേറ്റായി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞതാണ് അവളോട് രാവിലെ വരണം, രാവിലെ വന്നിട്ട്. അപ്പോൾ അവൾക്ക് പേടി, അതിനൊരു പേടി ഞാനിവിടെ പണിയെടുപ്പിക്കാൻ വിളിക്കുമോ, അല്ലെങ്കിൽ അവൾ പണിയെടുത്തിട്ട്. പക്ഷെ അവൾ വന്നില്ല, ബഹുമാനമില്ലാത്തവൾ. കുഞ്ഞു എന്താണ് നിനക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? ബർത്ത്ഡേക്ക് ആയിട്ട് നന്നാവാനുള്ള തീരുമാനങ്ങൾ എന്താ? ഇനി അവര് വന്നിട്ട് വേണം പായസം കുടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ സദ്യ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടല്ലേ, അതിൽ വന്നിട്ട് വേണം പായസം അവളാണ് കൊണ്ടുവരുന്നത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ആ സദ്യ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ വൈശോ. അപ്പോൾ അവള് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയായിരുന്നു ഒന്നുകൂടി കഴിക്കാന്നല്ല, അവർ കഴിച്ചു കഴിഞ്ഞ് നമുക്ക് പായസം കുടിച്ച് സദ്യ അവസാനിപ്പിക്കാം. വൈകിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വൈകിട്ട് എന്താ പരിപാടി? അപ്പോൾ അജു ചേട്ടൻ ചെന്നൈയിലിരുന്നുകൊണ്ട് ഇങ്ങോട്ട് ഓർഡർ ചെയ്തതാണ് ഒരു കേക്ക്. അപ്പോൾ അത് ഇനി മുറിക്കണം. ഇത് യൂഷ്വൽ എല്ലാ ഇയർലി ഒരു പ്രാക്ടീസാണ് കേട്ടോ. ഒരു കേക്ക് അവരുടെ വക എന്തായാലും ബർത്ത്ഡേയുടെ സമയത്ത് ഉണ്ടാവും. ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ചോക്ലേറ്റ് മൂസ് കേക്ക് ആയിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. ആദ്യം എത്തിയിട്ടില്ല, പക്ഷെ ആദ്യം ഓർഡർ ചെയ്ത കേക്കും വന്നു. ഇതെന്താണോ ബിസ്കോഫ് ആണല്ലോ. ബാലു ആരടാ ബാലു? ബോളാന്നാണ് ഇട്ടിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ബോളപ്പാണ്. പാവം. അതെ ബാല, ഞാൻ താരം ബാലാന്ന് അവർക്ക് മാറിപ്പോയാന്ന് വിചാരിച്ചു. എന്ത് ബോളത്തിയാണ്, ഒരു പണിയെ ഇവളോട് പറഞ്ഞല്ലോ. ഹായ് സായോ. അതിന് അവിടെ ആരുള്ളത്? ഇവിടെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് പായസം എടുക്കാൻ മറന്നായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവരെത്തിയപ്പോ തന്നെ സമയം 2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് വേഗം സദ്യ വിളമ്പാം.
Happy birthday to you. Happy birthday to you. Happy birthday dear Vaishu. Happy birthday to you. I don't want that too. It's nice one. It's cheesecake. It's nice and big. I only like chocolate. Chiclet cake. Not chocolate. You like dark You want to chocolate? try this? No, I don't like cheese. Little bit you try? കുറച്ച് ട്രൈ ചെയ്യും. കുറച്ച് മാമിന്റെ വായിൽ വെച്ച് കൊടുക്കും. ആ പീസ് മാമിന്റെ വായിൽ വെച്ച്. Yum. So cold. Happy birthday. Oh. These both are nice. Yeah. വൈകിട്ട് 7:50 ആതിര കൊണ്ടുവരുന്ന പായസം കുടിച്ചിട്ട് സദ്യ അവസാനിപ്പിക്കുന്നത് ഞാൻ ആരായി? അവൾ അവിടെ നിന്ന് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എപ്പ എത്തുമോ എന്തോ. പിന്നെ നമ്മൾ എല്ലാരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറച്ചിലായി. അവിടെ കൊടുത്താ നമുക്ക് വേണ്ടേ? മതിയാ എത്ര എടുത്തു? പിന്നെന്തിനു നമുക്ക് കുറച്ച് പൂച്ചേനെ നമ്മുടെ പൂച്ചേനെ സ്ഥലം ഇവിടെ നമ്മൾ കംഫർട്ടബിൾ ആയി. ഇന്ന് രാത്രി ഇവിടെ നമ്മൾ നല്ല നിരന്ന് 4 പേരും കൂടി കിടക്കാം. ഏയ് അഭിയേട്ടനെ വിടണ്ട. എടി നീ പോകുന്നതല്ല, അഭിയേട്ടനെ വിടണ്ട. എത്ര ജനറേഷൻസ് കണ്ട് കാർട്ടൂണാണ്. നിങ്ങളുടെയൊക്കെ ആ സമയത്താണ് തുടങ്ങിയത്. അല്ലല്ല, ഞങ്ങൾക്ക് മുമ്പേ ഉണ്ട്. ഞാനൊക്കെ ഇത് കണ്ട് വളർന്നത്. അപ്പ ഇരുന്ന് കാണുമായിരുന്നു ടോം ആൻഡ് ജെറി. അപ്പ കണ്ടിട്ടുണ്ട്. അവൻ അപ്പയുടെ കാലത്തല്ല, പക്ഷെ ഞാൻ സായുവിനെ നിർത്തി ഞാൻ കണ്ട പണ്ടത്തെ കാർട്ടൂൺസ് ഒക്കെ കാണിക്കുകയാണ്. ഓസ്ബോയ്, ടോം ആൻഡ് ജെറി, പിന്നെ റോഡ് റണ്ണർ, അതൊക്കെ. ഹൗ ഡു യു ലൈക്ക് ഓസ്ബോയ്? Yes. നൈസ്, നോ? വെരി ഗുഡ്. യു ലൈക്ക് ഇറ്റ്? സദ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമൊന്നും ഉറക്കാവാന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് കിടന്നത്. അപ്പോഴാണ് ഇവളുടെ കാർട്ടൂൺ കഴിച്ചത്. അപ്പം ഞാനും ഇരുന്ന് കാണാണ് ഇവളുടെ കൂടെ കാർട്ടൂൺ. എത്ര നാളായി ഓസ്വാൾഡായി കണ്ടിട്ട്. പിന്നെ ബോബ് ദ ബിൽഡർ, ഓസ്വാൾഡ്, പിങ്കു ദ പെൻഗ്വിൻ, പിങ്കു എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ കാർട്ടൂൺ കണ്ട് കണ്ട് ഞാനും അമ്മയും സായുവും കൂടി എപ്പോഴോ കിടന്ന് ഉറങ്ങിപ്പോയി. വൈകിട്ടായപ്പോഴത്തേക്കും നമ്മുടെ യൂഷ്വൽ നടത്തത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. വൈഷു സായുവിനെയും കൊണ്ട് പാർക്കിൽ പോയി. ബാക്കി നമ്മളെല്ലാവരും കൂടി നടക്കാൻ ഇറങ്ങിയിരിക്കുക. കുറച്ച് നടത്തമാവാം. നല്ല സുഖം അവിടെ ഈവനിങ്ങിൽ ഇങ്ങനെ നടക്കാൻ, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ. പൊക്കോ, കളിച്ചോ പോയി. സായി ചെറുതായിരുന്നപ്പോൾ തൊട്ട് അവളെ നമ്മൾ റീമേഡ് റോണിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പൂച്ചകളൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അവൾക്ക് ഭയങ്കര കാര്യമാണ്. ഇവിടുത്തെ 4 പൂച്ചകള് എന്ത് ചെയ്താ? കണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞോ? ഓറിയോനാണ് ചോദിച്ചത്. ഹായ് ഓറിയോ. ഹലോ. ഡേഞ്ചർ ഡോറാച്ചി അവളിവിടെ ഇല്ല. ഇത് ഓക്കെ ആക്കിയത് വൈറ്റ് പൂച്ച ചോടാ. എന്ത് പൊന്നു, ഒഞ്ചി പൊന്നു, ഒഞ്ചിന് പൊന്നി, ഒന്നിനും ഒന്നീനും. എനിക്ക് ഇവരെ കണ്ട് കണ്ട് ശീലാണ്. വൈഷുവിന് ഈ ഇടയ്ക്കാണ് ഈ ഒരു ധൈര്യം കിട്ടിയത്. അല്ലെങ്കിൽ പൂച്ച ഒന്ന് ചാടി കഴിഞ്ഞാൽ വൈഷു ചാടി അപ്പുറത്തെ വീട്ടിൽ കാണുന്നുള്ള രീതിയായിരുന്നു. സുഖിച്ച് You want one? Oh, it's small one. ഇതാണ് റീമയുടെ ഏറ്റവും പ്രഷ്യസ് പെർഫ്യൂം കളക്ഷൻ. ആഹാ,
നമ്മളിവിടെ ഒരു പെർഫ്യൂം കളക്ഷൻ കാണാൻ വന്നതാണ്. ഞാൻ കണ്ട് ഓരോ എഡീഷൻസും ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഞാനിവിടെ എന്തെങ്കിലും പുതിയ പെർഫ്യൂംസ് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ടെസ്റ്റർ നോക്കുന്നത്. സായുവിന് മുന്നേ ഇവരെ കാണുന്നോണ്ടാണോന്ന് അറിയില്ല, അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ട്രീറ്റ് കൊടുത്തു, അവരെ കുറച്ച് പെറ്റ് ചെയ്തു, കൂടെ കളിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ തന്നെ പറഞ്ഞു ശരി എനിക്ക് കുറച്ച് നേരം എനിക്ക് കാർട്ടൂൺ കണ്ടാൽ മതിയെന്ന്. അങ്ങനെ അവൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്ത് നമ്മളിതേ ചീട്ടുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങൾ എല്ലാവരും കൂടുമ്പോൾ ഒരു പ്രധാന വിനോദമാണ് കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിത കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ റമ്മിയായി കളിച്ച് ഇങ്ങനെ ഇരിക്കും. അത് വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും വീക്കെൻഡ് വൈകിട്ടൊക്കെ യൂഷ്വലി നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കൂടാറുണ്ട്. എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടി ഡിന്നറൊക്കെ അവിടെ ഓർഡർ ചെയ്ത് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് പിന്നെ പിരിയുമ്പോഴത്തേക്ക് ഒരു 1 മണി 2 മണിയൊക്കെ ആവും. മോസ്റ്റ്ലി ഞങ്ങൾ വീക്കെൻഡ്സ് ഒന്നെങ്കിൽ ഇവരുടെ അടുത്ത് ഉണ്ടാവും, റീമ റോണിയുടെ അടുത്ത്, അല്ലെങ്കിൽ ഇവർ നമ്മുടെ വീട്ടിലുണ്ടാവും. ഇത് എൻ്റെയും വൈഷുവിൻ്റെ ഒരു ഭാഗ്യമാണ് കേട്ടോ. ഞങ്ങളുടെ ക്ലോസ് നെറ്റ് ഫ്രണ്ട്സ്, അവരോട് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക. എല്ലാവരും ഓരോ സ്ഥലത്തല്ലേ നിൽക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റും, കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുക എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് നോട്ടിൽ ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.